ആദ്യമായി ഈ ആൾത്തരയിൽ എന്നെ കയറ്റി നിർത്തിയ അമ്മയ്ക്കും തിരുക്കുമാനും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. ഈശോയെ, എൻ്റെ പേര് സരോജിനി, എൻ്റെ സ്ഥലം ആലുവ. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ രോഗസൗഖ്യം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി ഞാൻ ഇവിടെ വന്നത് 2018 മെയ് മാസം 5-ാം തീയതിയാണ് ഇവിടെ വന്ന് ഞാൻ പോയത്. ഇവിടെ വന്നത് പിന്നെ എനിക്ക് കിട്ടിയ രോഗസൗഖ്യം എന്ന് പറയുന്നത് എൻ്റെ മൈഗ്രെയിൻ തലവേദന. ഞാൻ 20 വയസ്സ് മുതൽ എനിക്കുണ്ടായ എൻ്റെ മൈഗ്രെയിൻ തലവേദന അമ്മ മാതാവ് ഇവിടെ കാലുകുത്തിയ നിമിഷം മുതൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തന്നു. ഇന്ന് വരെ എനിക്ക് ആ വേദന പിന്നെ വന്നിട്ടില്ല. അതേപോലെ എൻ്റെ കാലിൻ്റെ ഉപ്പിറ്റി വേദന, അതും അമ്മ എടുത്തു മാറ്റി. അതിനുശേഷം എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. പിന്നെ 2022 പിന്നെ ഇവിടെ വന്നത്. അത് ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു വീട്ടിൽ. അങ്ങനെ വന്ന് ഞാൻ പോയി. പിന്നെ 2024 ഏപ്രിൽ 16-ാം തീയതി ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പോയി. പിന്നെ എനിക്ക് ഉണ്ടായ രോഗസൗഖ്യത്തെ പറ്റിയും എനിക്കുണ്ടായ അനുഭവങ്ങളെ പറ്റിയും പറയാനാണ് ഞാനിവിടെ ഇപ്പം നിൽക്കുന്നത്. എനിക്കുണ്ടായ സൗഖ്യം എന്ന് പറഞ്ഞത്, എൻ്റെ കഴുത്തിൽ സ്പോണ്ടലിസിസ് മൂലം ഞാൻ കോളറിട്ട് കുറച്ച് നാൾ നടക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടിലൊരു മകൻ സെയിൽസ്മാനായിട്ട് വീട്ടിൽ വന്നത്. ആ മകൻ പറഞ്ഞു, അമ്മ എന്താ കോളറിട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കഴുത്ത് വേദനയായിട്ട് കോളറിട്ടേക്കണതാണ്, അതുകൊണ്ട് എനിക്ക് എണീറ്റ് നിൽക്കാനും പറ്റണില്ല, ഇരിക്കാനും പറ്റില്ല, മോനെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മകനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ സാരമില്ല അമ്മ അവിടെ തന്നെ നിന്നോ, അല്ലെങ്കിൽ ആ കസേരയിൽ ഇരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞു, അമ്മ എനിക്കും ഇങ്ങനെ കഴുത്ത് വേദന ഉണ്ടായിട്ട് ഞാൻ കോളറിട്ട് നടന്നിട്ടുണ്ട്, അമ്മയുടെയും കഴുത്ത് വേദന മാറും, അമ്മ ധൈര്യമായിട്ടിരുന്നോന്നും പറഞ്ഞ മകൻ ഒന്നും മേടിച്ചില്ല, ഞാൻ നോക്കിയില്ല, എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു. ഞാൻ അങ്ങനെ ആ മകൻ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഉച്ച നേരത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ മകൻ വന്നത്. 2023-ാം തീയതി ആ മകൻ വന്നത്. അങ്ങനെ ആ മകൻ തിരിച്ചു പോയി കുറച്ചങ്ങ് വീണ്ടും ഞാൻ യൂട്യൂബ് ഓണാക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മകൻ നിന്നോടത്ത് നിന്ന് ഒരു 2-3 മണി കേൾക്കാം. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ എന്താ കേൾക്കണേന്ന് ഓർത്ത് ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. ആ മകൻ പോവുകയും ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടെ ഇരുന്ന് യൂട്യൂബ് ഓണാക്കി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന, ഇരിക്കാനും നിൽക്കാനും പറ്റണം. ഞാൻ വിട്ട് കരഞ്ഞു പോയി. മാതാവേ, ഇത് എന്താ ഇത്ര വേദന എന്ന് വിചാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അഴിച്ചു മാറ്റുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ അഴിച്ചു മാറ്റാനാവോ എന്ന് ഓർത്തിങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, മകളെ നീ കോളർ അഴിച്ചു മാറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ വേഗം, എനിക്ക് ഭയങ്കര വേദനയായിട്ട് ഞാൻ ആ കോളർ അഴിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്ന് മയങ്ങിപ്പോയി. കുറച്ച് നേരം കഴിഞ്ഞ് യൂട്യൂബ് കേട്ടുകൊണ്ട് കിടന്നു, പക്ഷെ അത് കിടന്നുറങ്ങിപ്പോയി. പതുക്കെ എണീറ്റ് നോക്കിയപ്പോൾ എൻ്റെ കഴുത്ത് വേദനയിലൊന്നുമില്ല. നാളിതുവരെ എനിക്ക് ആ കഴുത്ത് വേദന പിന്നെ ഉണ്ടായിട്ടുമില്ല. അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മേ, ഈ സാക്ഷ്യം പറയാൻ വൈകിയതിന് എന്നോട് മാപ്പ് നൽകണേ മാതാവേ. അതിന് പിന്നെ എനിക്കുണ്ടായ സാക്ഷ്യം എന്ന് പറഞ്ഞത്, എനിക്ക് സൊസൈറ്റിയിൽ ഒരു 5 ലക്ഷം രൂപ ലോണുണ്ടായി. അപ്പോൾ ലോൺ എടുത്ത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് ന്യൂമോണിയ ബാധിച്ച് മരിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ലോൺ അടയ്ക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അച്ഛൻ്റെ ടോക്കും ധ്യാനവും ഒക്കെ എപ്പോഴും കേൾക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടു, സമയപരിധിക്കുള്ളിൽ നടക്കുന്ന അമ്മയല്ലേ, അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂൺ മാസത്തിൽ ഞാൻ എനിക്ക് ജൂലൈ 25-ാം തീയതിക്ക് എൻ്റെ ലോണ് ഇളവ് ചെയ്തു തരാൻ അവർക്ക് മനസ്സുണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ജൂലൈയിലും പൈസ അടച്ച് ഓഗസ്റ്റ് ചെന്ന് പൈസ അടയ്ക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അമ്മ ഇവിടെ പൈസ ആരാ അടച്ചേക്കണത്, 2 ലക്ഷം രൂപ ഇവിടെ അടച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ അടച്ചിട്ടില്ല. പിന്നെ വീട്ടിൽ അമ്മ ആരാ അടച്ചേക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരും അടയ്ക്കാനില്ല. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അമ്മയുടെ കാശ് 2,43,000 രൂപ അമ്മ ഇവിടെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു,
ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അത് അമ്മ മാതാവാണ്, വേറെ ആരും എനിക്ക് അടയ്ക്കാനില്ല. എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നു, നമുക്ക് ആരടയ്ക്കാനാ, അമ്മയല്ലാതെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ ആ ലോൺ അടച്ചു തീർത്ത്. അതാണ് എൻ്റെ വലിയ സാക്ഷ്യം. ഇതിന് അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ചേച്ചിയുടെ കാര്യമാണ് പറയാനുള്ളത്. എൻ്റെ മകൻ്റെ വിവാഹം നടന്നിട്ടില്ല, 40 വയസ്സാവാറായി മകന്. പക്ഷേ ഞാൻ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ രൂപവും പേരുമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഇവളോട് ഇത്ര നാൾ പറഞ്ഞിട്ട് ഇവൾ കല്യാണത്തിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ഇനി ഈ കല്യാണം ഇനി ഇവക്കടെ കല്യാണം നടക്കും, ഇത്ര പ്രായമൊക്കെ ആയില്ലേ, എങ്ങനെ നടക്കും? മാതാവിനാൽ അത് സാധിക്കാത്ത കാര്യമില്ലല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമെങ്കിൽ അമ്മ തന്നെ നടത്തി തന്നെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ മകൻ്റെ പ്രാർത്ഥന നിർത്തിയിട്ട് ഇവക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 2025 അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഈ മകളുടെ കല്യാണം നടക്കുന്നെങ്കിൽ 2025 ഉള്ളിൽ നടക്കണേ മാതാവേ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനിവിടെ വന്ന് ഒക്ടോബർ 26 ഇവിടെ നിന്ന് അമ്മയുടെ റാലിയിൽ പങ്കെടുത്ത് പോയതിൻ്റെ 3-ാം ദിവസം ഒക്ടോബർ 29 ഈ മകളുടെ കല്യാണം നടന്നു കിട്ടി. ഞങ്ങൾ ഹിന്ദുക്കളാണ്, പക്ഷേ കെട്ടിയത് ക്രിസ്ത്യൻ ചേട്ടനാണ്. ആ ചേട്ടൻ എല്ലാ സ്വർണവും കാശ് എല്ലാം കൊണ്ടുവന്നിട്ട് മകളെ ഒരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിച്ചതിന് അമ്മയോട് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. 57 വയസ്സ് കഴിഞ്ഞു. ആ മകൾക്ക് വേണ്ടി അവൾക്ക് ഈ അനുഗ്രഹം നൽകി അവളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് മാതാവിന് തിരുക്കുമാന് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. അമ്മയെ സാക്ഷ്യം പറയാൻ ഞാൻ വൈകിയതിന് അമ്മയോടും തിരുക്കുമാരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ മതി. കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞത് ഞാൻ എല്ലാ മക്കൾക്ക് ഇടയ്ക്ക് റോട്ടിലിരിക്കുന്ന മക്കൾക്കൊക്കെ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടേ കൊടുക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ എല്ലാവരെയും സഹായിക്കും. ഞാൻ ഒരു ചെറിയ ഹോസ്പിറ്റലാണ് പോകുന്ന, ചെറിയ ജോലിയാണ് എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അവർക്ക് സഹായം ചെയ്തു കൊടുക്കും. പിന്നെ ഒരു 9 അമ്മമാരുള്ള ഒരു തണൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി അവർക്ക് മിക്ക സമയത്തും ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അവർ എന്നെ കാണുമ്പോൾ പറയും, മോള് പോകുമ്പോൾ ഞങ്ങൾക്ക് കൊന്തയും കാശുരൂപം മേടിച്ചു കൊണ്ട് വന്നുവെന്ന്. ഞാൻ 3 അമ്മമാർക്ക് മേടിച്ചുകൊണ്ട് കൊടുത്തു. അതിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല. കഴിഞ്ഞ മാസം ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞ് മറന്നുപോയി. ഞാൻ എന്നിട്ട് പിന്നെ വന്ന് ഞാൻ മേടിച്ചെൻ്റെ കയ്യിൽ വെച്ച് പോകാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഈ മാസം കൊണ്ടുപോയി കൊടുക്കണം അവർക്ക്. അതേപോലെ ഞാൻ അവിടെ ഒരു ചിൽഡ്രൻ ശിശുഭവനുണ്ട്, അവിടെയും പോയി അവർക്ക് എന്നാലായതുപോലെ ഞാൻ അവർക്ക് സഹായം ചെയ്യും. പിന്നെ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ദിവസവും കാലത്തും വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഇന്നുവരെ മുടക്കിയിട്ടില്ല. ഉടമ്പടി പുതുക്കാൻ മുടങ്ങിപ്പോയാലും ഞാൻ പ്രത്യക്ഷീകരണ ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലാൻ ഞാൻ മുടങ്ങാറില്ല. അതേപോലെ ബൈബിള് വായിക്കും, 1/2 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ വായിക്കും, ചിലപ്പോൾ 20 മിനിറ്റൊക്കെ വായിക്കാൻ സമയം കിട്ടുള്ളൂ, അത്രയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഞാനത് മുടക്കാറില്ല. പിന്നെ ദൈവത്തിന് നന്ദി. എൻ്റെ പേര് അമല റോസ്. എന്നെ കെട്ടിയ ചെറുക്കൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. ഞാനല്ല കണ്ടത്, മറ്റൊരാൾ കണ്ടു. ഞങ്ങൾ ആ പറമ്പ് മുഴുവൻ അന്വേഷിച്ച് നടന്നു, കർത്താവിനെ കണ്ടില്ല. അതിനുശേഷം ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം എനിക്ക് കല്യാണം കഴിക്കേണ്ടെന്നൊരു തോന്നൽ വന്നു. 10ാം ക്ലാസ്സിൽ കല്യാണം വന്നു, പിന്നെ അധികമൊന്നും വന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തില്ല, പ്രാർത്ഥനയിലേക്ക് ചിന്തിച്ചു. അവസാനമായി കഴിഞ്ഞ വർഷം പെട്ടെന്ന് ഒരു കല്യാണാലോചന വന്നു ഫ്രാൻസിസായിട്ട്. അപ്പോൾ ഞാൻ വേണോ വേണ്ടതെന്ന് എനിക്ക് പ്രായം കഴിഞ്ഞ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട്, ചെറുപ്പമല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ എന്നാലും വീട്ടിൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തീരുമാനമെടുത്തു, പോയി അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ പെട്ടെന്ന് കല്യാണം നടന്നു. സ്ത്രീധനം കൊടുക്കാനായിട്ട് അന്നേരം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിവരം പറഞ്ഞു, പെട്ടെന്ന് കല്യാണം നടത്താൻ സ്ത്രീധനം തരാനൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീധനമൊന്നും വേണ്ട, എനിക്കൊരു പാവപ്പെട്ട പെണ്ണിനെ മതിയെന്നും പറഞ്ഞിട്ട് ബ്രോക്കറിനോട് പറഞ്ഞു. അപ്പം അങ്ങനെ ആലോചിച്ച് വന്നു, പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ചു. അപ്പം ഞാൻ ഹിന്ദു ആയതുകൊണ്ട്
എല്ലാവർക്കും വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല, എനിക്ക് ചേട്ടനെക്കുറിച്ചും ഒന്നും അറിയില്ലാത്ത അവസ്ഥയാണ്. എന്നാലും കർത്താവ് മാതാവും കൂടി അത് വേണ്ട വിധം ക്രമീകരിച്ചു. പിന്നെ സ്ത്രീധനമൊന്നും വാങ്ങാതെ തന്നെ ആഭരണം കൊണ്ടിട്ട് കെട്ടി കല്യാണം നടത്തുന്നതിനായ പൈസ എനിക്ക് ഇങ്ങോട്ട് തന്നു. അപ്പം എല്ലാ കാര്യങ്ങളും വീട്ടുകാരുമായിട്ട് ആലോചിച്ച് എല്ലാം ഭംഗിയായിട്ട് നടന്നു. മാതാവ് തന്ന അനുഗ്രഹത്തിനായി നന്ദി പറയുന്നു. ത്രിയേക ദൈവത്തിനും നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 143 10 വാക്യം. അങ്ങയുടെ ഹിതമനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സരോജിനി ആലുവ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അമ്മയുടെ വാക്കിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തനിക്ക് കിട്ടിയ രോഗസൗഖ്യവും അതേ തുടർന്ന് ഉടമ്പടിയോടുകൂടെ ചേർന്ന് ജീവിച്ചപ്പോഴും ഉടമ്പടി ആയിരുന്നപ്പോൾ തൻ്റെ കഴുത്ത് സംബന്ധമായ വേദന അത് പൂർണ്ണമായിട്ടും ബെൽറ്റിട്ട് കൊണ്ട് നടക്കുകയായിരുന്നാൽ അറിയാത്ത ഒരു വ്യക്തിയുടെ സ്വീകരണം ഉണ്ടാകുകയും അതിനെ തുടർന്നാണെങ്കിലും തനിക്കൊരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ ലഭിക്കുകയും തുടർന്ന് തനിക്ക് സിവിറുള്ള പെയിൻ വരികയും ചെയ്തപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടും അതിനോടായിരുന്നപ്പോഴത്തേക്ക് കഴുത്ത് സംബന്ധമായ സൗഖ്യം ലഭിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും ഈ അമ്മയെക്കുറിച്ച് തന്നെയാണ് പറയുന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അത് അഴിച്ചു മാറ്റുകയും അതേ തുടർന്നാണെങ്കിലും തനിക്ക് പൂർണ്ണമായിട്ടും ആ കഴുത്ത് വേദന മാറുകയുണ്ടായി. കാരണം ഉറപ്പായിട്ടും ഉടമ്പടിയിലായിരുന്നത് കൊണ്ടും പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഈ അമ്മയ്ക്ക് പൂർണ്ണമായ രോഗസൗഖ്യം ലഭിക്കുക ചെയ്തത്. അതേ തുടർന്നാണെങ്കിലും തനിക്കുണ്ടായിരുന്ന 5 ലക്ഷം രൂപയുടെ ലോണാണെങ്കിലും അത് തനിക്ക് ഇളവ് ലഭിക്കുകയുണ്ടായത് തനിക്ക് ആരെന്നറിയാത്ത ഏതോ ഒരു വ്യക്തിയിലൂടെ പരിശുദ്ധ അമ്മ വഴി, അതായത് ഈ അമ്മയുടെ 2 ലക്ഷം രൂപയുള്ള കടങ്ങളത് ഇളച്ചു കൊടുക്കുകയും പകുതി പണം അടക്കത്തക്ക രീതിയിൽ എല്ലാവിധമായ ബുദ്ധിമുട്ടുകളും മാറ്റി പരിശുദ്ധ അനുഗ്രഹത്താൽ വലിയൊരു കൃപയോടുകൂടിയാണ് ഈ അമ്മയുടെ തൻ്റെ ലോണ് തീർത്ത കാര്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ മകൻ്റെ കല്യാണക്കാര്യമാണ് അമ്മ പ്രാർത്ഥിച്ചെങ്കിലും എന്നാൽ തൻ്റെ ചേച്ചിയുടെ നടക്കാത്ത കല്യാണമാണ് ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ചെയ്ത്. 56-ാമത്തെ വയസ്സിലും ഈ ചേച്ചിയുടെ നിയോഗത്തിൽ ഒക്ടോബർ 26-ാം തീയതി അഖണ്ഡ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴുള്ള നിയോഗം ഇത് തന്നെയായിരുന്നു. എത്രയും വേഗം ചേച്ചിയുടെ കല്യാണം നടക്കണമെന്നുള്ളത്. അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത് പൂർണ്ണമായിട്ടും 3 ദിവസത്തിനുള്ളിൽ എല്ലാവിധമായ സജ്ജീകരണങ്ങളോടും ഒരുക്കത്തോടും കൂടി കല്യാണം നടക്കുകയുണ്ടായി. അതുതന്നെയാണ് നമുക്ക് മുമ്പിൽ ഇവർ നൽകുന്ന പരിശുദ്ധ അമ്മയോടുള്ള വലിയ സാക്ഷ്യം തന്നെ. ഇനിയും മുമ്പോട്ടുള്ള ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് ഈ അൾത്താരയിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.